അടിപൊളിയായി സെറ്റായിട്ട് സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടൊരു വാഹനം, സ്വന്തമായിട്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ നേടാനുള്ളതൊക്കെ നേടിയെടുക്കാൻ അതെന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ വഴി നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മോട്ടിവേറ്റഡ് ആവുക, ചങ്കളെ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പൊ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുണ്ട്. പക്ഷേ അപ്പം ചങ്കുകളെ, നമ്മൾ വലിയൊരു മാറ്റത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാന്ന് കേൾക്കുമ്പം എന്താണ്, പലപ്പോഴും ഒരു ഭാരം അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി തൊട്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പഠിക്കുകയാണ്. സോ അതിനുള്ള ഒരു എനർജി, ആ ഒരു മോട്ടിവേഷൻ ആണ് നമ്മൾ നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, രസകരമായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ പഠിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ചങ്കുകളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാം. നമ്മൾ ഇവിടെ അങ്ങ് അടിച്ച് പൊളിച്ച് ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം കറന്റ് നിങ്ങൾ എന്ത് ചെയ്യാറ്, ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണ് ഡ്രസ്സ് വാങ്ങിക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഏതെന്ന് ചോദിച്ചിട്ട് ആ ഒരു ട്രെൻഡ് അല്ലേ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുമ്പോഴും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് ക്വസ്റ്റ്യനുകൾ വന്നത്, 2024 സേ ഇംപ്രൂവ്മെന്റ് എക്സാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം, 2004 പബ്ലിക് എക്സാം നടന്ന എക്സാം, അതിന്റെ മുന്നേ നടന്നത്, പിന്നെ അതിന്റെ മുന്നേ നടന്ന മോഡൽ എക്സാം 2024. അപ്പൊ ഇതിനൊക്കെ ഏത് ക്വസ്റ്റ്യനാ വന്നത് നമുക്ക് അറിയണ്ടേ. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചങ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ഇതാ വന്നിരിക്കുന്നു. അപ്പം ഇനി അധികം പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ കാണാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ. ഇതാണ് ക്വസ്റ്റ്യൻ. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മള് അർജന്റീനയുടെ ബ്രസീലിന്റെ ഒക്കെ കളിയാവുമ്പോ ഫ്ലക്സ് വെക്കൂലേ. അപ്പം ആ ഒരു സമയത്ത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തൊരു ഫീൽഡ് ഉണ്ടാവുമല്ലോ, കളിക്കളാവുമ്പോ ഒരു ഫീൽഡ് ഉണ്ടാവില്ലേ, മൈതാനം എന്നൊക്കെ നമ്മൾ പറയും. ഫീൽഡിന് എന്തുണ്ടാവും, ഒരു ഏരിയ ഉണ്ടാവില്ലേ. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇല്ലാത്ത എന്ത് ഫീൽഡ് അല്ലേ. അപ്പം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ആട്ടോ, ഇൻറ്റു ഏരിയ. ശരിക്കും അത് E.A ആണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്തു തരും. അപ്പൊ കമന്റ് ചെയ്താൽ മതി. അപ്പം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡിന്റെ ഏരിയ. അപ്പൊ നമ്മൾ വെക്കുന്ന ഫ്ലക്സിന് എന്തുണ്ടാ, അതിനകത്തൊരു കളിക്കളമുണ്ട്, അതിനകത്തൊരു ഏരിയ ഉണ്ട്. അങ്ങനെ അങ്ങ് മനസ്സിലാക്കി മതി. ആ ഫ്ലക്സ് ഇസിക്കൽ ഫീൽഡിന്റെ ഏരിയ. സെറ്റ് ആയില്ലേ. ഇനി ഫീൽഡിലോട്ട് പോകാം. അപ്പം വിടാനായിട്ടില്ല, ഫീൽഡിലോട്ട് യൂണിറ്റാ ചോദിച്ചിരുന്നത്. അപ്പൊ യൂണിറ്റ് വരെ നമ്മൾ എത്തണം. അപ്പൊ ഫീൽഡ് എന്താണ്, ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ F/Q ആണ്, ഫോഴ്സ് ബൈ ചാർജ് ആണ്. എടാ ഒരു പോസിറ്റീവ് ചാർജിന്റെ ഒരു Q ചാർജിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു R അകലത്തിൽ ഇവിടെ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് 1 കൂളംബ് ചാർജിനെ വെച്ചാൽ മതി. അപ്പൊ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ചാർജ് ആണ്. അപ്പൊ സെറ്റ് അല്ലേ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ബൈ ചാർജ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ഞാൻ 8ാം ക്ലാസ് കൊണ്ട് ഇരുത്തും കിട്ടിയില്ലെങ്കിൽ ന്യൂട്ടൺ. ചങ്കുകൾക്കൊക്കെ ഫുൾ അറിയാം, നമ്മൾ പിന്നെയും വെറുതെ പറയുന്നു. അപ്പൊ ചാർജിന്റെ എന്താ, Q കൂളുംബ്. അപ്പൊ ന്യൂട്ടൺ പെർ കൂളുംബ്. സെറ്റ് ആയല്ലോ. ഇനി ഫ്ലക്സ് എന്താ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ലേ. ഫീൽഡ് ഇവിടെ കിട്ടി, ഇതാ ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കൂളുംബ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പൊ ഇതിലേതാ ഉള്ളത്, ഈ കൂളുംബിനെ മുകളിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ഒരേ ലൈനിലാക്കാം ഇവരെ. ന്യൂട്ടൺ കൂളുംബ് താഴെ 1 ആണ്, അപ്പൊ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ -1 ആവും മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ചങ്കുകളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇവരെ തിരിച്ചിട്ടിരിക്കുന്നു. ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിനെ ഇങ്ങോട്ട് കൂളുംബിനെ അപ്പുറത്തോട്ടാക്കി. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അങ്ങനെ പറ്റിപ്പിലൊന്നും പെടൂല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇനി ഈ ചങ്കുകളെ അടുത്ത കാര്യം, നമ്മളിപ്പോ കമന്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ ചങ്കുകളെ എന്ന് പറയുന്നില്ല, ഇനി മാറ്റി പിടിക്കാം മക്കളെ. നമുക്ക് അടുത്ത ഇലക്ട്രിക് ഫീൽഡ്, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ചാർജ് ഒക്കെ എവിടെ നിൽക്കും, അതിന്റെ സർഫസിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോ. അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാ. അപ്പൊ നമ്മൾ മിന്നലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വന്നാൽ ഒരു കണ്ടക്ടർ ഒരു സ്ഫിയറിന്റെ സ്ഫെരിക്കൽ ഷെല്ലിന്റെ അകത്ത് കയറി ഇരിക്കുക. അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താവും, 0 ആവും. അപ്പൊ ഇനി ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവച്ചാലും അതിന്റെ അകത്ത് എന്ത് തന്നെയാണ്, ഇലക്ട്രിക് ഫീൽഡ് 0 തന്നെയാണ്. അപ്പം എന്ന് വെച്ച് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇമാതിരി ക്വസ്റ്റ്യന് കുറെ തവണ വന്നതാണ്, വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 0 ആണ്. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കാണാനുള്ള ഒരു ആവേശത്തിൽ ഇങ്ങനെ തരിപ്പ് കയറി നിൽക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഫിസിക്സ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഊട്ടിയിൽ കൊടൈക്കനാലിലൊക്കെ പോകുന്ന ആ ഒരു ഫീൽ അങ്ങോട്ട് ആയി മാറണം. അപ്പൊ അതിന് നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടുമെന്നുള്ളതാണ്. അത് വരാൻ സമയമെടുക്കും, എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നല്ലേ നമ്മൾ പറയാ. അപ്പം കാത്തിരിക്കുക, കാത്തിരിപ്പിന്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖം.
അപ്പൊ കംപ്ലീറ്റ് ദ ഡയഗ്രാം വിത്ത് പ്രോപ്പർ മാർക്കിംഗ് ഓഫ് ഡയറക്ഷൻ. അപ്പൊ ഇതിനകത്ത് ഞാനൊരു ഡയഗ്രാം അവര് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഡയഗ്രാം ഞാൻ വരയ്ക്കാന്ന് വിചാരിച്ച് വരയ്ക്കാണ്ട് അതിനകത്ത് കൊടുക്കാണ്ടിരുന്നതാണ്. അപ്പൊ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഡൈപോള് പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ആൺകുട്ടി പെൺകുട്ടി, ഡൈപോൾ ഇല്ല, ഡൈപോൾ രണ്ട് പോൾ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ നമ്മൾ വരച്ചു. ഇതാ ഇനി ഇവിടുന്ന് അവര് രണ്ട് ലൈൻ ഇങ്ങനെ തന്നു വിചാരിക്കുക. ഇവിടുന്ന് രണ്ട് ലൈൻ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ചങ്കുകളെ ഞാൻ വീണ്ടും വിളിക്കുകയാണ്. എനിക്ക് വിളിക്കാതിരുന്നാൽ അതങ്ങ് പ്രാക്ടീസ് ആയി പോയി. അപ്പം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്താണ്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തോട്ടേക്കാണ്. അപ്പൊ ഇതാ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തോട്ടാണ്. നെഗറ്റീവ് ചാർജ് ലോട്ടും അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. പഠിച്ചതൊന്നും പിന്നെ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ പ്ലസ് ക്യൂ എന്ന് പുറത്തോട്ട് വരയ്ക്കുക. ഇത് പ്ലസ് ക്യൂ അല്ലേ, പ്ലസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ക്യൂ. അപ്പൊ പുറത്തോട്ട് ഡയറക്ഷൻ കൊടുക്കാം, മൈനസ് ക്യൂലോട്ടല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡയറക്ഷൻ, അപ്പൊ സെറ്റായി. മൈനസ് ക്യൂലോട്ട് ഇങ്ങനെ, മൈനസ് ക്യൂലോട്ട് ഇങ്ങനെ കൊടുക്കാം, മൈനസ് ക്യൂലോട്ട് ഡയറക്ഷൻ. പ്ലസ് ക്യൂന്ന് എന്ത് ചെയ്യാ, പുറത്തോട്ട് വരയ്ക്കുക, പ്ലസ് ക്യൂന്ന് പുറത്തോട്ട് വരയ്ക്കുക. സെറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂടാ, ഒരു മാർക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, $1 million ക്വസ്റ്റ്യനാ. ഈ ചോദ്യം ചോദിക്കാത്ത പരീക്ഷ ഉണ്ടാവില്ല എന്നാ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഇപ്പൊ ഞാൻ പറയാൻ ഇതിനകത്ത് ഇവിടെ സ്ഥലമില്ല. അപ്പം ചങ്കുകളെ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. അപ്പൊ ഇവിടെ ചെയ്യാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വലിയ നമുക്കിപ്പോ അറിയാം ഒരു പോയിന്റ് ചാർജ്, ഇത് പ്ലസ് ക്യൂ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇത് കാരണം, ഇപ്പൊ ഈ ഒരു ചാർജ് കാരണം ഈ R അകലത്തിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, തിളക്കണം ചോരയല്ല. എന്താണ് നമുക്ക് മനസ്സിൽ വരണം, 1/4πε0 Q/r². ഇത് ഒരു ചാർജ് ആണെങ്കിലല്ലടാ, ഒരു പ്ലസ് ക്യൂ ആണെങ്കിലല്ലേ. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻഫിനിറ്റ് ലൈനാണ്, അനന്തമായി നീണ്ടുപോകുന്ന. ഈ ലൈനൊക്കെ നേരെ, എന്റെ ബോർഡ് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തെന്നി പോകുന്ന കേട്ടോ. ലൈനൊക്കെ നേരെ, ഓക്കെ, ഇൻഫിനിറ്റ് ആടാ, ഇങ്ങനെ പോവാണ്. അനന്തമായി നീളുന്ന ഒരു വയർ. ആ വയറിൽ നമ്മൾ പ്ലസ് ക്യൂ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ കുടുങ്ങിപ്പോയല്ലോ. ഒരു ചാർജ് ആയിരുന്നെങ്കിൽ 1/4πε0 Q/r² എന്ന് പറയായിരുന്നു. ഇത് ഒരു ചാർജ് അല്ലടാ, ഒരു കൊട്ടക്കണക്കിന് ചാർജ് ഉണ്ട് ഇതില്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു R അകലത്തിൽ നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും, നമുക്ക് 1/4πε0 Q/r² എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ Q ഇല്ലല്ലോ, കൊട്ടക്കണക്കിന് ചാർജ് അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചാർജ് എന്താണെന്നറിയോ, ഒരു യൂണിറ്റ്, ഒരു മീറ്ററിൽ ലാംഡയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സിലിണ്ടറിനെ അങ്ങ് അടച്ചു വെക്കുക. അപ്പൊ അത് R ഡിസ്റ്റൻസില് നമ്മൾ ആ സിലിണ്ടറിനെ അടച്ചു വെച്ച പോലെ ഒരു സിലിണ്ടർ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിവിടെ സിലിണ്ടർ സിമ്മട്രിക് ആയിരിക്കണം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. ഓക്കെ, R അങ്ങോട്ടും R ഇങ്ങോട്ടും. അപ്പൊ സിലിണ്ടർ സിമ്മട്രിക് ആയി. ഇനി നമുക്കറിയാലോ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഈ പുറത്തോട്ട് പോകുന്ന ഈ ലൈനുകളെ ടോട്ടൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആ സർഫസ് നിന്ന് പുറത്തോട്ട് പോകുന്ന ലൈനുകളെ ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫീൽഡ് ഇൻറ്റു ഏരിയ. ഫ്ലക്സിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ഗോസസ് തിയറം പ്രകാരം, Q/ε0. അപ്പൊ നിങ്ങൾ എഴുതുക അക്കോർഡിംഗ് ടു ഗോസസ് തിയറം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ എഴുതുക, ടോട്ടൽ ലൈൻസ് എത്രയാടാ, ഇതിന് ഇങ്ങനെ പോകുന്ന ലൈൻസ്, ഇതാ ലൈൻ ഇങ്ങനെ പുറത്തോട്ട് ഇവിടെ ഈ ലൈനൊക്കെ ഇങ്ങോട്ട് പോകും, ക്രോസ് ചെയ്ത് പോകും, അറിയാലോ. ഈ ലൈനിന്റെ ടോട്ടൽ നമ്പർ ഫ്ലക്സ് എത്രയാണെന്നറിയോ, Q/ε. അതിനകത്ത് എൻക്ലോസ് ചെയ്ത് അതിനകത്തുള്ള ഈ സിലിണ്ടറിനകത്തുള്ള ചാർജ് എത്രയാണോ /ε0. അപ്പൊ നമുക്ക് സിലിണ്ടറിനകത്ത് ചാർജ് കാണാം. നിങ്ങൾ ഈ സിലിണ്ടറിന്റെ ലെങ്ത് എല്ലാം നോക്കും. ഇപ്പൊ സിലിണ്ടർ നമ്മൾ ഇത്രയും ഭാഗമല്ല സിലിണ്ടർ ആക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ കാണിക്കുന്നത് L. അപ്പൊ സിലിണ്ടറിന്റെ ലെങ്ത് ഞാൻ ഇവിടെ കാണിക്കാം. സിലിണ്ടറിന്റെ പോസിറ്റീവ് ചാർജ്, ഓക്കെ, പോസിറ്റീവ് ചാർജ്. സിലിണ്ടറിന്റെ റേഡിയസ് നമ്മൾ R ഈ ഒരു ഡിസ്റ്റൻസിലാണ് കാണുന്നത്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് R, സിലിണ്ടറിന്റെ ലെങ്ത് L. അപ്പം ടോട്ടൽ ഇതിനകത്ത് ഒരു മീറ്ററിൽ ചാർജ് ലാംഡയാണെങ്കിൽ L മീറ്ററിൽ എന്തായിരിക്കും ടോട്ടൽ ചാർജ്? L ലാംഡ ആയിരിക്കൂലേ. ഒരു മീറ്ററിൽ ലാംഡ, L മീറ്ററിൽ L ലാംഡ. അപ്പൊ ഇതിനകത്ത് ചാർജ് എത്രയാണ്? L ലാംഡ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, φ = EA. അത് തന്നെയാണ് എന്ത്, φ = Q/ε0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇനി E എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഈ ലൈന് കാരണം, ഈ ഒരു R അകലത്തിൽ, ഈ ഒരു ഇൻഫിനിറ്റ് ലൈന്, നമ്മുടെ ഇൻഫിനിറ്റ് ലൈന് കാരണം R അകലത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇപ്പൊ നമ്മുടെ സിലിണ്ടർ ആക്കി അടച്ചു വെച്ചതാണ്. എന്നിട്ട് അതിനകത്ത് ചാർജ് L ലാംഡയാണ് ടോട്ടൽ.
അപ്പൊ നമുക്ക് ഈ സിലിണ്ടറിന്റെ ഏരിയ കാണണം. സിലിണ്ടറിന്റെ റേഡിയസ് ആറും ലെങ്ത് എല്ലോ ആണെങ്കിൽ 2πr ആണ് സിലിണ്ടറിന്റെ ഏരിയ. അത് നിങ്ങള് മുമ്പത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പഠിച്ചില്ലെങ്കിൽ അവിടെ കൊണ്ട് ഇരുത്തും, 8ലോ 9ലൊക്കെ പോയി ഇരുത്തും. അപ്പൊ Q എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ ചാർജ് എന്താണ്. ഇതിനകത്ത് ഇപ്പം ടോട്ടൽ ചാർജ് എന്താ, അടച്ചു വെച്ച സിലിണ്ടറിനകത്ത് ടോട്ടൽ ചാർജ് 1 മീറ്ററിൽ ലാംഡയാണെങ്കിൽ L മീറ്റർ ആണ് സിലിണ്ടർ. അപ്പൊ ടോട്ടൽ ചാർജ് L ലാംഡ. അപ്പൊ ടോട്ടൽ ചാർജിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? L ലാംഡ എന്ന് കൊടുക്കും. L ലാംഡ ബൈ എപ്സിലോൺ 0. ഇനി ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, L ഇവിടെയും കട്ട് ചെയ്ത് പോയി. L ലാംഡയാണ്, L കട്ട് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഇവിടെ വരിക E 2πr ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇനി ഈ 2πrനെ E ഇൻറ്റു 2πr അല്ലേ, നമുക്ക് 2πrനെ വേണ്ടല്ലോ, 2πrനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ ലാംഡ ബൈ 2πr എപ്സിലോൺ 0 എന്നാവും. അപ്പൊ നമുക്ക് ഇനി എഴുതാൻ സുഖത്തിന് നമുക്ക് എന്ത് എഴുതാം? E is equal to ലാംഡ ബൈ 2π എപ്സിലോൺ 0 r എന്ന് എഴുതാം. അപ്പൊ ചങ്കുകളെ ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾക്ക് നേരെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. നിങ്ങൾക്ക് ഇനി അത് തെറ്റി ഇക്വേഷൻ ഞാൻ എഴുതിയത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇനി തെറ്റിക്കണ്ട. E is equal to എന്താണ്? ലാംഡ ബൈ 2π എപ്സിലോൺ 0 r. അപ്പം ചങ്കുകളെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യാം? ഒറ്റവട്ടം വീഡിയോ കണ്ടാൽ നിങ്ങൾ പഠിക്കൂല. അതിന് നമ്മുടെ മറ്റ് വീഡിയോസ്, നമ്മൾ ആക്റ്റീവ് ലേണിംഗ് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് കാണാം. എന്നിട്ട് പഠിച്ചിട്ട് വേണം അടിപൊളിയായി സെറ്റായിട്ട് സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടൊരു വാഹനം, സ്വന്തമായിട്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ നേടാനുള്ളതൊക്കെ നേടിയെടുക്കാൻ അതെന്ത് ചെയ്യുക? എഡ്യൂക്കേഷൻ വഴി നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മോട്ടിവേറ്റഡ് ആവുക. ചങ്കുകളെ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പൊ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുണ്ട്. പക്ഷേ തൽക്കാലത്തോട്ട് നമ്മളിപ്പം നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അപ്പൊ അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.